ഇന്ന് ഞാൻ റെസിപ്പി വീഡിയോസ് ആയിട്ടല്ല കേട്ടോ വന്നത്. ഇന്ന് ഞാൻ റെസിപ്പിയും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്ന് വെച്ചാൽ എന്തായാലും ഒന്ന് ഒരു ലൈക്ക് അടിച്ചിട്ട് ഒന്ന് വീഡിയോ കണ്ടേക്കണേ. അപ്പോൾ ഞാൻ വീട്ടിൻ്റെ അടുക്കളയിൽ ഇരുന്നിട്ട് ചെറിയൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കുന്നുണ്ട്. അത് ഗരം മസാല വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസ് അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ ഞാനെങ്ങനെയാണ് ഒരു 10 രൂപ വരുമാനം ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ റേഷൻ കടയിലത്തെ പുഴുങ്ങലരി വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഉപകാരമാവും കേട്ടോ. ഈ ഒരു ഗരം മസാലപ്പൊടി എന്ന് പറയുന്നത് നമ്മളെ തലശ്ശേരി ബിരിയാണി ഇല്ലേ, അതിൻ്റെ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. ഉപ്പ കുറേ കാലം അവിടെ വർക്ക് ചെയ്തതാണ്. അങ്ങനെ ഒരു 40 കൊല്ലത്തെ പാരമ്പര്യമുള്ള ഒരു ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കൂ ഇതെവിടെ നിന്നാണ് എനിക്ക് കിട്ടിയെന്നൊക്കെ ചോദിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനത് എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പാക്കാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിത് കവറിലാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതൊന്നല്ല, കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു. ഇത് ഓരോരുത്തർ ഓർഡർ പറയുന്നതിനനുസരിച്ച് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ചെയ്തിട്ട് കൊടുക്കലാണ്. അപ്പം ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഞാൻ അധികം പോസ്റ്റ് ചെയ്യലുണ്ട്. പിന്നെ കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നത്. അപ്പം ചെറിയ വട്ടായത് കാരണം ഞാൻ ഇതിലേക്ക് ജീരകങ്ങളും അതുപോലെ തന്നെ ഗ്രാമ്പൂ അതുപോലെ തന്നെ ഏലക്ക അങ്ങനെ കണ്ടതാണ് ഇട്ടത്. ചെറിയ വട്ടാന്നുള്ളൂ എൻ്റെ കയ്യിൽ. അപ്പോൾ അതിൽ കുറേശ്ശെ ഞാൻ ചൂടാക്കി എടുക്കാന്ന് കേട്ടോ. പിന്നെ കറുവപ്പട്ടയും അതുപോലെ തന്നെ ബേ ലീഫും അതൊക്കെ വേറെ തന്നെ ഞാൻ ചൂടാക്കി എടുക്കാന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറേശ്ശെ ഇതേപോലെ ഒന്ന് ഇളക്കി കരിയാട് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവേ. അപ്പം നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മളിത് വറക്കുന്ന സമയത്ത് തന്നെ വീട് മൊത്തം ഇങ്ങനെ സ്മെല്ലടിക്കും കേട്ടോ. അത്രയ്ക്ക് പവറുള്ളൊരു ഗരം മസാല പൊടിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ എന്താ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട് കേട്ടോ കുറേ ആൾക്കാർ. ഞാൻ ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഉണ്ടല്ലേ നമ്മളെ മരുന്നുണ്ടാന്ന് പറയാൻ ന്യൂട്രിയൻ ലഡു അങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാം. ആർക്കും വേണമെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇതിലിവിടെ താഴെ ഞാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ ഇതാ അടുത്തത് കറുവപ്പട്ടയും അതുപോലെ തന്നെ ബേ ലീഫ് കൂട്ടോ, അതും ഞാനിന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അത് അധികം ചൂടാവേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിൻ്റെ കൂടെ തന്നെ കൂട്ടിയിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാ പണിയും കഴിഞ്ഞ് അതൊക്കെ ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ച് എൻ്റെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി ആക്കി കേട്ടോ. രാത്രി ആയതിന് ശേഷം ഞാൻ ഇതൊന്ന് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് പോകാനുള്ള ഇടത്തിലൊക്കെ പോയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് നല്ലോണം ചൂടാറിയതിന് ശേഷം ഞാൻ ഇതാ പൊടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ രാത്രി ആകുമ്പോൾ ആരും ശല്യവും ഒന്നുമില്ലാലോ, നമുക്ക് നമ്മളെ സമാധാനത്തിൽ നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റാണ്ട് ഇരിക്കുന്ന പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയെന്ന് വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല സുഖമാണ്. ചെറിയ ഹോട്ടലൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഓർഡർ സ്വീകരിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അവിടേക്കൊക്കെ എന്തായാലും എനിക്ക് നല്ല ഡിമാൻഡുള്ളൊരു സാധനമാണ് കേട്ടോ ഈ ഒരു ബിരിയാണി മസാലപ്പൊടി. അപ്പോൾ ചെറിയ ഹോട്ടലിൽ എന്തായാലും പോകും. അതുപോലെ തന്നെ വീടുകളിലൊക്കെ ചോദിച്ച് നോക്കിയാൽ എന്തായാലും എനിക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു സാധനമാണ് കേട്ടോ. എനിക്ക് കൂടുതലായിട്ട് ഹോട്ടൽ അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ യൂട്യൂബിൽ കൂടി അതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ സാധനം. അപ്പോൾ ഇതാ ഞാനിത് മുഴുവനായിട്ടും പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഞാനിനി രാത്രി ആയല്ലോ, രാത്രി ഒരു കിടക്കാൻ നേരം ഞാൻ ഇതാ റേഷൻ കടയിലത്തെ പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. പച്ചരിന്ന് പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളം എന്ന് വെച്ചാൽ വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ച് ചൂട് മതി. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് പിറ്റേന്ന് ഇതെടുത്തതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുങ്ങി നിൽക്കാനുള്ള പാകത്തിന് വെള്ളവും അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലോണം തന്നെ അടിച്ചെടുക്കാം. ഉപ്പ് ഒരു നുള്ളി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഏകദേശം മുങ്ങി നിൽക്കാനുള്ള പാകത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. കുറച്ച് തരി നിന്നോട്ടെ കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇതാ തരി ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ആക്കുന്ന സമയത്ത് കുറച്ച് തരി ഇങ്ങനെ കാണാം കേട്ടോ. അതുപോലെയാണ് വേണ്ടത്. ഇത് 2 ഭാഗമാക്കിയിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കുഴയ്ക്കുന്ന വീഡിയോസ് വേണമെങ്കിൽ പറഞ്ഞോളൂ വേണ്ടി ഞാൻ ഇതെങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പം വെള്ളം പോലെ അടിച്ചാൽ ഇതേപോലെ നമുക്ക് പെട്ടെന്നാക്കി എടുക്കാൻ പറ്റും കേട്ടോ. രാവിലെ തന്നെ നമ്മൾ ഇതിലേക്ക് പൊടിയും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുത്തില്ല കേട്ടോ. വേറെ
പുഴുങ്ങലരിയോ പച്ചരിയോ ഒന്നും ചേർത്ത് കൊടുക്കാണ്ടാന്ന് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തത്. അതുപോലെ തന്നെ നമ്മൾ തോർത്ത് മുണ്ടിലേക്ക് ഒഴിക്കുക, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഇത്. ഇതേപോലെ ഇങ്ങനെ കുറച്ച് കട്ടിക്ക് തന്നെ. അപ്പോൾ ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ട് ഞാൻ വാഴേൻ്റെ ഇലയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അമർത്തിയിട്ട് കല്ലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റാണ്, നല്ല പദം ഉണ്ടായിരുന്നു കേട്ടോ പത്തിരി. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരോട് ചെയ്ത് നോക്കിട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. തലേന്ന് നമ്മൾ അരി കുതിർത്ത് വെക്കണം എന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതേപോലെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ കൈവെക്കാണ്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. അത് നല്ലോണം തന്നെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ കറക്റ്റ് വേവാണ്. അപ്പോൾ നമ്മളിപ്പം പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കുന്നതിൽ നല്ല ഇതേപോലെ വാഴയിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ കല്ലിൽ വെച്ച് പരത്താനുള്ള ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഈ ഒരു വീഡിയോസ്. അപ്പോൾ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പൊങ്ങിക്കഴിഞ്ഞാൽ ഓരോന്നോരോന്ന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര മതിയാവും. ഓരോന്നോരോന്ന് പൊങ്ങിയതിനനുസരിച്ച് ഞാൻ കാസ്ട്രോളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ആ ചൂട് തന്നെ നമുക്ക് കാസ്ട്രോളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അധികം ഓയിലൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ആ കല്ലിലിട്ടിട്ട് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് വേവിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ കുറച്ച് നമ്മളെ തേങ്ങ ചിരവിയിട്ട് അധികം വെള്ളം ഇല്ലാണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളം എന്ന് വെച്ചാൽ കുറച്ച് മാത്രം അതൊന്ന് ഞെരടിയിട്ട് ഇതിൻ്റെ മുകളിൽ തേച്ചിട്ട് കൊടുത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പത്തിരി. ആ പാൽപ്പത്തിരി എന്നൊക്കെ പറയാം. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ തലേന്ന് നമ്മളിപ്പോൾ അരിപ്പൊടി വാങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. തലേന്ന് അരി കുതിർത്ത് വെക്കണം എന്നുള്ളൂ. അപ്പോൾ നല്ലോണം തന്നെ മൂടിയിട്ട് അടച്ചിട്ട് വെക്കുക. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ് പത്തിരി. അടിപൊളി പത്തിരിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി. ഏത് കറിൻ്റെ ഒപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ.